ജീവസന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രതിദിന ധ്യാന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19-20 വചനങ്ങൾ. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ നിസ്തുല്യത വെളിപ്പെടുത്തുന്ന ഒരു അധ്യായമാണ്. കർത്താവായ യേശുക്രിസ്തുവും പിതാവായ ദൈവവും തുല്യമാണ് എന്നുള്ള കാര്യം ഈ അധ്യായത്തിൽ വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് തെളിയിച്ചു കൊടുക്കുകയാണ്. യേശു കർത്താവിനെ അല്പം കുറവുള്ളവനായും പിതാവായ ദൈവം ഏറ്റവും പ്രാഗൽഭ്യമുള്ളവനായും ചിത്രീകരിക്കുന്ന ഒരു ജനത്തിന് നടുവിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ യേശു കർത്താവ് വളരെ വ്യക്തമായി താനും പിതാവും ഈക്വലാണ് എന്നുള്ള കാര്യം സമർത്ഥിക്കുന്നത് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയും. 5 വിധത്തിലുള്ള തെളിവുകളാണ് പുത്രനായ യേശുക്രിസ്തു നൽകുന്നത്. ഒന്നാമത്തെ കാര്യം, തന്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നത് 19-ാം വചനത്തിലാണ്. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ല. അമിത കൃത്രിമവാദികൾ അത്രയും വാചകം മാത്രമേ വായിക്കുകയുള്ളൂ, താഴെ വായിക്കുകയില്ല. അടുത്ത വായിക്കുന്നത്, അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ഔവണ്ണം ചെയ്യുന്നു. പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുന്നു. പ്രവൃത്തിയിൽ ഞങ്ങൾ തുല്യരാണ്. പിതാവ് സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വചനം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യം. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അതെ, യേശു കർത്താവും പ്രവൃത്തിയിൽ തുല്യനാണ്. സൃഷ്ടിയുടെ കാര്യത്തിൽ രണ്ടുപേരും ഈക്വലാണ്. പ്രവൃത്തിയുടെ കാര്യത്തിൽ രണ്ടുപേരും തുല്യരാണ്. മാത്രമല്ല 21-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ ജീവൻ കൊടുക്കുന്ന കാര്യത്തിൽ, മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്ന കാര്യത്തിൽ രണ്ടുപേരും തുല്യരാണ്. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ പിതാവ് 3 പേരെ ഉയർപ്പിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. ഏലിശ ഒരാളെ ഉയർപ്പിച്ചു, ഏലിയ ഒരാളെ ഉയർപ്പിച്ചു. അതുപോലെ ഏലിശയുടെ ശവശരീരത്തിൽ ഇതിന്റെ അസ്ഥികളെ തൊട്ടിട്ട് ഒരാൾ ഉയർത്തുന്നേറ്റു. പഴയ നിയമത്തിൽ 3 പേർ. യേശു കർത്താവ് പുതിയ നിയമത്തിൽ 3 പേരെ ഉയർപ്പിച്ചു. യായിറോസിന്റെ മകൾ, നൈനിലെ വിധവയുടെ മകൻ ലാസർ. ഈ 3 പേരെയും യേശുക്രിസ്തു ഉയർപ്പിച്ചു. ജീവൻ കൊടുക്കുന്ന കാര്യത്തിൽ രണ്ടുപേരും തുല്യരാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം 22-ാമത്തെ വചനത്തിലാണ് കാണാൻ കഴിയുന്നത്. ന്യായവിധിയുടെ കാര്യത്തിൽ രണ്ടുപേരും തുല്യരാണ്. പിതാവ് ഒരാളെ പോലും ന്യായം വിധിക്കുന്നില്ല. പിന്നെയോ ന്യായവിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പുത്രനാണ് ന്യായവിധിക്കുവാൻ യോഗ്യതയുള്ളവൻ. ന്യായാധിപത് സിംഹാസനത്തിൽ ഇരുന്ന് ന്യായം തീർപ്പിക്കുന്ന പുത്രനായ യേശുക്രിസ്തു, അതായത് പിതാവിന് ഈക്വലായ തുല്യനായ യേശുക്രിസ്തു. നാലാമത് നമ്മൾ വായിക്കുന്നത് 24-ാമത്തെ വചനത്തിലാണ്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. 23-ാമത്തെ വചനം. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. അതായത് ബഹുമാനത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരും തുല്യരാണ്. പിതാവിനെ ആരൊക്കെ ബഹുമാനിക്കുന്നു അവരെല്ലാം പുത്രനെ ബഹുമാനിക്കണം. പുത്രനെ ആരെല്ലാം ബഹുമാനിക്കുന്നു അവരെല്ലാവരും പിതാവിനെ ബഹുമാനിക്കണം. ബഹുമാനത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരും ഈക്വലാണ്. 5-ാമത്, ജീവൻ നൽകുന്ന കാര്യത്തിൽ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നൽകുന്ന കാര്യത്തിൽ, ജീവൻ കൊടുക്കുന്ന കാര്യത്തിൽ, നിത്യജീവൻ കൊടുക്കുന്ന കാര്യത്തിൽ രണ്ടുപേരും തുല്യരാണ്. യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ട്. 25-ാം വാക്യം. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നു, അങ്ങനെ ജീവിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. 26-ാം വാക്യം. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളാകുവാൻ
ആകുമാറ് വരം നൽകിയിരിക്കുന്നു. പുത്രന് ജീവനുണ്ട്, തന്നിൽ തന്നെ ജീവനുണ്ട്. പിതാവിനും തന്നിൽ തന്നെ ജീവനുണ്ട്. ജീവനുള്ള കാര്യത്തിൽ, നിത്യജീവൻ കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ജീവൻ നിലനിൽക്കുന്ന കാര്യത്തിലും രണ്ടുപേരും തുല്യരാണ് എന്ന് ദൈവവചനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. പ്രിയമുള്ളവരെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം അത് നിസ്തുലമായിരിക്കുന്ന ഒരു സത്യമാണ്. പിതാവും പുത്രനും തുല്യരാണ്, പരിശുദ്ധാത്മാവും തുല്യരാണ് എന്നുള്ള കാര്യം ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ മഹോന്നതനായ തമ്പുരാൻ കർത്താവിനെ, ഈ യേശുക്രിസ്തുവിനെ, നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ഈ ആത്മനാഥനെ നമുക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാം, കർത്താവിനെ പിൻപറ്റാം. അതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ ഔന്നത്യത്തിനായി സ്തോത്രം, അങ്ങയുടെ മഹത്വത്തിനായി സ്തോത്രം. അവിടുന്ന് രാജാതി രാജാവായിരിക്കുന്നതുകൊണ്ട് സ്തോത്രം, അവിടുന്ന് കർത്താതി കർത്താവായിരിക്കുന്നതുകൊണ്ട് സ്തോത്രം, ഉന്നതനായിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. സർവ്വമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികളായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസന കരം നീട്ടണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശു കർത്താവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ, ആമേൻ.